ഒരു നോട്ടിൽ താഴെ എന്ന് പറയുമ്പോൾ സുഗമമായി അടിത്തട്ടിൽ പോയി പരിശോധനകൾ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. കാലാവസ്ഥയും ഇന്ന് രാവിലെ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായും ഡൈവേഴ്സ് ഉണ്ടെന്ന് കേൾക്കുന്നു. അവരും പ്രാഥമികമായ ഒരു പരിശോധന ഈ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുന്നതിന് മുൻപ് അവിടെ നടത്തുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാകണമെന്നുള്ളതാണ് ഈശ്വർ മൽപ്പേ അടങ്ങുന്ന സംഘം ആവശ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഡ്രഡ്ജറിലുള്ള ആ ടീമൊക്കെ ഇവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ കൃത്യം 8 മണിക്ക് തന്നെ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അവരുടെ സംഘം ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രവൃത്തി അണ്ടർ വാട്ടർ ക്യാമറ ഉൾപ്പെടെയുള്ള ഡൈവേഴ്സാണ് എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ അവർ ഡൈവ് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഏകദേശ ധാരണ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഹിറ്റാച്ചി ഉപയോഗിച്ച് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ അത് വളരെ ഗുണകരമായിരിക്കും. പ്രത്യേകിച്ച് താഴ്ഭാഗത്ത് നേരത്തെ തന്നെ ഡൈവ് ചെയ്യുമ്പോഴൊക്കെ ഈശ്വർ മൽപ്പേ അടക്കം നമ്മുടെ അടുത്ത് പ്രതികരണമായി നടത്തിയിരുന്നത് വലിയ രീതിയിലുള്ള മരത്തടികളുണ്ട്, അതിൻ്റെ കൊമ്പുകൾ ഉൾപ്പെടെ ദേഹത്ത് തട്ടുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കടയുടെ മേൽക്കൂരയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഷീറ്റുകൾ ഉൾപ്പെടെ താഴേക്ക് പതിച്ച സാഹചര്യമുണ്ട്, അതൊക്കെ തട്ടുന്നുണ്ട്. അന്ന് വിസിബിലിറ്റി തീരെ കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറിയിട്ടുണ്ട്. നല്ല വിസിബിലിറ്റിയുള്ള, നേരത്തെ ഈശ്വർ പറഞ്ഞത് കടമെടുക്കുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളിന് സമാനമായ രീതിയിൽ താഴ്ഭാഗത്തേക്ക് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ജലത്തിൻ്റെ ഒരു രീതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നിലയിലാണോ ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത നമുക്ക് അല്പസമയത്തിനകം മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ടഗ് ബോട്ട് അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ടഗ് ബോട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്ന് ഈ ഒരു ഡ്രഡ്ജർ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പല വിധത്തിലുള്ള കടമ്പകളുണ്ടായിരുന്നു. ആ കടമ്പകളെല്ലാം പൂർത്തിയാക്കി ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ അതിൽ നങ്കൂരമിടാനുള്ള തൂണുകൾ ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തു. പക്ഷേ ചില പൂജാവിധികളൊക്കെ പൂർത്തിയാക്കേണ്ടതുകൊണ്ട് ഇവിടുത്തെ ആചാരാനുഷ്ഠാന പ്രകാരമുള്ള നടപടിക്രമങ്ങൾക്ക് നിൽക്കേണ്ടതുകൊണ്ട് ജില്ലാ ഭരണകൂടം ഏതാണ്ട് വൈകിട്ട് 5 മണിക്കാണ് ഈ മേഖലയിലേക്ക് എത്തിയത്. അതുവരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്നലെ ഉച്ച മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന ഒരു പ്രവൃത്തി അത് ഇത്രത്തോളം വൈകി എന്നുള്ളത് പറയാതിരിക്കാനാകില്ല. എന്തായാലും അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു നീക്കം ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് 3ഓളം കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് അത്താണിയായിരുന്ന മനുഷ്യരെ ഏതെങ്കിലും വിധത്തിൽ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള അന്വേഷണത്തിൻ്റെ കൂടി ഭാഗമായാണ് ഈ ഡ്രഡ്ജർ ഈ മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു റിസൾട്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഹിറ്റാച്ചിക്ക് തൊട്ട് മുൻപിൽ ഒരു ബോട്ടിന് സമാനമായ ഒരു കാണാം. അതിൻ്റെ ആ നടുഭാഗത്തേക്കാണ് മണ്ണ്, ഈ ഹിറ്റാച്ചി വഴി എടുക്കുന്ന മണ്ണ് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അത് നിക്ഷേപിച്ച് അവിടെ നിന്നും മാറ്റാനുള്ളതാണ്. അത്തരത്തിൽ ഈ ഒരു മേഖലയിൽ വളരെ വ്യാപൃതമായി കിടക്കുന്ന ആ മണ്ണിൻ്റെ ഘടന പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഗംഗാവലിയുടെ ഒഴുക്കിനെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിലാണ് നിലവിൽ ഈ ഒരു മേഖലയിൽ മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് മാറ്റുക കൂടി ലക്ഷ്യവും കൂടിയാണ് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച്. വരുന്ന മഴക്കാലം ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തി കൂടി നടക്കുമെന്നുള്ളത് കൂടി പറയാൻ സാധിക്കും. അതേസമയം തന്നെ ജഗന്നാഥൻ്റെ മകൾ അന്ന് സതീഷ് തൈലി MLA യോട് ഉൾപ്പെടെ പറഞ്ഞതുപോലെ തൻ്റെ അച്ഛൻ്റെ ഷർട്ടിൻ്റെ ഒരു ഭാഗമെങ്കിലും കണ്ടെത്തി തരാമോ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേർക്ക്, കർണാടക സർക്കാരിൻ്റെ നേർക്ക് നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവും കൂടി കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ പരിശോധനകൾ നടത്തുന്നത്. അർജുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ പല വിധത്തിൽ ഹൈഡ്രോളിക് ജാക്കിയാണെങ്കിലും മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഇന്നലെ വാട്ടർ ടാങ്കർ ക്യാരി ചെയ്യുന്ന ആ ഒരു ഭാഗമാണെങ്കിലും കണ്ടെത്താൻ സാധിച്ചു. അതിനപ്പുറത്തേക്ക് എന്ത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ പ്രധാന പരിശോധനയായി വരിക എന്നുള്ളതാണ്. അതിൽ ഡൈവേഴ്സിനെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ കൂടുതൽ ഒരു വ്യക്തതയോടുകൂടി കൂടുതൽ ശക്തമായ രീതിയിലുള്ള ഒരു തെരച്ചിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 3 ദിവസത്തേക്കാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഈ ഒരു അഭിഷേനിയ ഡ്രഡ്ജിംഗ് കമ്പനിയുമായി നിലവിൽ ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് 8 മണിക്കൂറായിരിക്കും ഇവിടെ പ്രവൃത്തി നടക്കുക. വേലിയേറ്റമുള്ള സമയത്താണ് പ്രധാനമായും ആ പ്രവൃത്തി നടത്താൻ ഉതകുന്നത് എന്നുള്ളത് കാർവാർ MLA തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ആ 8 മണിക്കൂർ വെച്ച് ഇന്നും നാളെയും മറ്റന്നാളും തെരച്ചിൽ നടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിൽ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് ഉടമ്പടി നീട്ടുന്നതിന് തടസ്സമില്ല എന്നുള്ളത് കൂടി ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്, കർണാടക സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. കാരണം വളരെ ശ്രമകരമായ ദൗത്യം എന്നുകൂടി ഇതിനെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് അതിൻ്റെ ഭൂമി ഉപയോഗിച്ച് താഴെ നിന്ന് എടുക്കുമ്പോൾ അത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ആ മണ്ണ് നീക്കം യാഥാർത്ഥ്യമാക്കുന്നത്. കാരണം ഹിറ്റാച്ചിയുടെ കഴിഞ്ഞ ഓഗസ്റ്റ് 16 വരെ ആയിരുന്നു അവിടെ തെരച്ചിൽ നടന്നത്. അതിനുശേഷം തെരച്ചിൽ അവിടെ അവസാനിപ്പിക്കുകയാണ്.
ഇന്നിപ്പോൾ സെപ്റ്റംബർ 21 അപകടമുണ്ടായത് ജൂലൈ 16. അങ്ങനെ നോക്കുമ്പോൾ 2 മാസവും 5 ദിവസവുമായിരിക്കുന്നു ഈ അപകടമുണ്ടായിട്ട്. അതിനുശേഷം ജലത്തിന്റെ ഒഴുക്ക് വളരെ കൂടുതലായിരുന്ന വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്ത ഒരു കാലയളവൊക്കെയാണ് കഴിഞ്ഞ മാസങ്ങളിൽ, ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ട്രക്ക് പലയിടങ്ങളിലായി വിഘടിച്ച് കിടക്കുകയാണ്, ഒറ്റ പീസായല്ല കിടക്കുന്നത് എന്ന ഒരു നിഗമനത്തിലാണോ അവരിപ്പോൾ തിരയുന്നത്? കാരണം പല ഭാഗങ്ങളിലായി ലോഹസാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടല്ലോ. സുജയ, അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ ഒരു മേഖലയിൽ നിന്നാണല്ലോ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ആ മണ്ണിടിച്ചിലുണ്ടായി ഈ ഒരു പ്രദേശത്ത് നിന്ന് ആ വാഹനം ഇത്രയധികം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രകടമായ കാര്യമാണ്. കാരണം നമ്മൾ തന്നെ കണ്ടതാണ്, ആദ്യഘട്ടത്തിൽ ആ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തുന്നത് ഈ ഒരു റോഡ് കടന്ന് ഏതാണ്ട് 100-150 മീറ്റർ അകലെ ഗംഗാവലി നദിയിലേക്കാണ്. ആ നദിയിലേക്ക് ഏതാണ്ട് ഇപ്പോൾ ഡ്രഡ്ജർ കിടക്കുന്ന ഈ ഒരു മേഖലയിലേക്കാണ് ആ ഹൈഡ്രോളിക് ജാക്കിയുടെ ഭാഗം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നീക്കത്തിനുള്ള ശ്രമം നടത്തിയ ഘട്ടത്തിൽ നമ്മൾ കണ്ടു, ആ മേഖലയിൽ തന്നെയാണ് കൂടുതൽ കയറുകൾ അതിൻ്റെ ബക്കറ്റിലേക്ക് കുടുങ്ങുന്നത് കണ്ടത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഹൈഡ്രോളിക് ജാക്കി അവിടെ നിന്നും വാഹനത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വാട്ടർ ടാങ്കർ കാരിയർ എന്ന് പറയുന്നത് അതിൻ്റെ ലോറിയുടെ ചേസിൻ്റെ അവിടെ ചേർന്നുകൊണ്ട് താഴ്ഭാഗത്തായിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ്, അത് വേർപെട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഭാഗങ്ങൾ പലതായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒപ്പം തന്നെ ഇവിടെ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ടാങ്കർ ഉൾപ്പെടെ ഈ ഒരു ഗംഗാവലിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സോണാർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം തന്നെ ഐബോർഡ് പരിശോധനയിലുമൊക്കെ ഏതാണ്ട് 4 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിൽ സുജയ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായി ഇത് ഛിന്നഭിന്നമായി ഇരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഒരു മണ്ണിട്ടയിലേക്കുള്ള ദീപക് മലയമ്മ തുടരുക.